ബീച്ചിൽ വന്നപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നേരം ഊഞ്ഞാലാടാൻ തോന്നി. ഈ ഊഞ്ഞാലാട്ടം നമ്മുടെ ശരീരത്തിന് നല്ലൊരു എക്സസൈസാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ ആണോ ആടലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ട് കണ്ടപ്പോൾ ഒന്ന് ആടി നോക്കിയതാണ്. മൈൽഡ് എക്സസൈസ് ആണെന്നാണ് പറയുന്നതെങ്കിലും ഞാനിപ്പോൾ ആടി നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം ഇൻറ്റൻസിറ്റിയുള്ള എക്സസൈസായിട്ടാണ് അത് തോന്നിയത്. നമുക്ക് കോർഡിനേഷന്, നമ്മുടെ സ്ട്രെങ്ത്തിന്, നമുക്ക് നല്ല പവർ ഉണ്ടാവാനൊക്കെ നമ്മൾ ഇങ്ങനെ ഊഞ്ഞാലാടുന്നത് കൊണ്ട് സഹായിക്കുന്നുള്ളതാണ്. ഇത് തമ്മിൽ ഇരുന്നാണോ ആടേണ്ടത് നിന്നാണെന്ന് എനിക്കറിയില്ല. ഇവിടെ വേറൊരു ഊഞ്ഞാലുണ്ട്. നമ്മളിങ്ങനെ ഊഞ്ഞാലാടുന്ന സമയത്ത് ഇതിലൊരുവിധം മസിലുകളൊക്കെ ആക്റ്റീവ് ആവുന്നുണ്ട്. നമ്മുടെ കോർ മസിൽ, നമ്മുടെ കയ്യിൻ്റെ മസിൽ, കാലിൻ്റെ മസിലുകളൊക്കെ ആക്റ്റീവ് ആകുന്നതുകൊണ്ട് തന്നെ അതൊരു ഹോൾ ബോഡി വർക്കൗട്ടാണ്. മനസ്സിലായില്ലേ? കുട്ടികളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. എപ്പോഴും കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഊഞ്ഞാൽ ആടിപ്പിക്കുന്നത് നമ്മൾ വെറും ഒരു കളി മാത്രമല്ല കേട്ടോ, അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. കാരണം എന്താ പറയുക, നമുക്കറിയാം നമ്മൾ വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറയും. ഈ വെസ്റ്റിബുലാർ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബാലൻസ്, നല്ല കോർഡിനേഷന് ഇതൊക്കെ ഉണ്ടാക്കാൻ നമ്മളിങ്ങനെ, നമുക്കറിയാം നമ്മൾ വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങനെ ആടി ഉടിയാതെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിച്ച് നിൽക്കുന്ന ചെവിൻ്റെ ഉള്ളിലായിട്ടുള്ളൊരു സംഭവമാണ്. അതിൻ്റെ ആ ഒരു ആരോഗ്യം മെച്ചപ്പെടാൻ നമ്മളിങ്ങനെ ഊഞ്ഞാലാടുന്നത് കൊണ്ട് നമുക്ക് സാധ്യമാവും. ഓക്കെ, നമ്മൾ ഈ ഊഞ്ഞാലാടുന്നത് ഒരു സംഗീതം പോലെ ഒരു താളാത്മകമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എന്താ ഇതിനുകൊണ്ടുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം. ഇതിങ്ങനെ ഊഞ്ഞാലാടുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബീച്ചിലിരുന്ന് ഞാനിങ്ങനെ ഊഞ്ഞാലാടുമ്പോൾ എനിക്ക് ആ കാറ്റൊക്കെ എൻ്റെ മേലിങ്ങനെ പതിയുമ്പോൾ ഒരു വല്ലാത്തൊരു റിലാക്സേഷൻ, നമ്മളെ ഉത്കണ്ഠ, അല്ലെങ്കിൽ നമ്മളെ സമ്മർദ്ദങ്ങൾ, വിഷാദം, ഇതൊക്കെ കുറക്കാൻ നമുക്കിങ്ങനെ റെഗുലറായിട്ട് നമ്മൾ ഊഞ്ഞാലാടുകയാണെങ്കിൽ നമുക്ക് സാധ്യമാകും. മാനസികാവസ്ഥ പ്രദാനം ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് എന്തായാലും മെച്ചം, നമ്മുടെ എന്താ പറയുക, നമ്മളൊരു ഇപ്പം ഞാൻ മുമ്പിലൂടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടുന്ന സമയത്ത് അവിടുന്ന് കടലിലെ തിരമാലകളൊക്കെ ഇങ്ങനെ ശരിക്കും കണ്ട് ആസ്വദിച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ അടിപൊളി ഒരു വൈബാണ്. ഇതൊക്കെ ഇവിടെ കൂടുതൽ ഊഞ്ഞാലുണ്ടാക്കണം ശരിക്കില്ലേ, ഇങ്ങനത്തെ ബീച്ചുകളിലൊക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഒരു വെൽബീയിങ്, നമ്മൾ ആരാണെന്നുള്ളതിനുള്ള കൂടുതലായിട്ടുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ഊഞ്ഞാലാടുന്നതുകൊണ്ട് കിട്ടും. പിന്നെ ഒരുവിധം എല്ലാ സെൻസ് ഓർഗൻസും നമ്മളിപ്പോൾ ആക്റ്റീവ് ആകുന്നുണ്ട്. നമ്മളെ ടച്ച്, നമ്മളെ കാഴ്ചകൾ, അങ്ങനത്തെ എല്ലാം. അപ്പോൾ നമ്മളെല്ലാ സെൻസ് ഓർഗൻസിനെയും നല്ല ശക്തമായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ കുട്ടികളുടെ ഈ വിഷ്വലൈസേഷൻ പവർ, അങ്ങനത്തെ പല കാര്യങ്ങളും, അവരുടെ ഏകാഗ്രത, ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ നമ്മൾ ഊഞ്ഞാലാടുന്നത് കൊണ്ട് സാധ്യമാകും. നമുക്കും സാധ്യമാവും, കുട്ടികൾക്കും സാധ്യമാകും. ഊഞ്ഞാലാടുമ്പോൾ ഒരാൾ ആട്ടിത്തരാനും മറ്റൊരാൾ ആടാനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് നല്ലൊരു സോഷ്യൽ ആക്ടിവിറ്റി കൂടിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റേതായ ഒരു ഗുണം കൂടിയും അതുകൊണ്ട് കിട്ടും. നല്ലൊരു ഇൻട്രാക്ഷൻ വർദ്ധിപ്പിക്കാനൊക്കെ കിട്ടും. പിന്നെ മെയിനായിട്ട് കോർഡിനേഷൻ, ബാലൻസ്, ഇതെല്ലാം ഇമ്പ്രൂവ് ആയിക്കൊണ്ട് കുട്ടികളെ ഫോക്കസ്, ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ ഈ ഊഞ്ഞാലം കൊണ്ട് കഴിയും. നമ്മുടെ കാർഡിയോവാസ്കുലർ ഹെൽത്തിനും സ്വിങ്ങിങ് കൊണ്ട് കുറേ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയം നന്നായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാണ്. അത് നമ്മൾ ഓക്സിജൻ ഇങ്ങോട്ട് പുഷ് ചെയ്യാൻ എന്തായാലും അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ബി ഹെൽത്തി, ബൈ.